ഹലോ വെൽക്കം ബാക്ക് ടു പൊന്നു സി കുക്കിംഗ്. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കുംബർ ജ്യൂസാണ് തയ്യാറാക്കുന്നത്. ശരിക്കും ഒരു റീഫ്രഷിങ് ഡ്രിങ്ക് ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് നമുക്ക് സെർവ് ചെയ്യാൻ പോകുന്ന ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് നാരങ്ങ നീര് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് അതിൻ്റെ വക്കുകളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാരയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കുക. അറ്റത്തൊക്കെ നന്നായിട്ട് ഒട്ടിയിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ കൊടുക്കുമ്പോൾ നല്ലൊരു ഭംഗിയിലിരിക്കും. അടുത്ത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് വെള്ളരിക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ സാലഡ് വെള്ളരി ആയിരുന്നാലും മതി, ഏത് വെള്ളരിക്ക വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അത് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് നമ്മൾ അടുത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പഞ്ചസാരയാണ് കേട്ടോ. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. വേണമെങ്കിൽ നിങ്ങൾ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഹണി ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് സോൾട്ട് മാത്രം മതി. വേണമെങ്കിൽ നമുക്കിതിൻ്റെ കൂടെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പുതിന ഇലയും കൂടെ ഇട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവരാണെങ്കിൽ അത് അങ്ങനെ ചേർക്കുക. കുറച്ച് തണുത്ത വെള്ളം കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. ഇതേ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇത് കുക്കുംബറെല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമ്മൾ മിക്സിയിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് നമ്മൾ ഒരു അരിപ്പയിൽ കൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാൻ പോവുകയാണ് കേട്ടോ ജ്യൂസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ അരിക്കാതെ തന്നെ ഡയറക്റ്റ് നമുക്കിങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഡയറക്റ്റ് അങ്ങനെ കുടിക്കാവുന്നതാണ്. അപ്പോൾ പക്ഷേ ഞാനിതൊന്ന് ചെറുതായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് കണക്ക് ഇഞ്ചിയുടെ ഫ്ലേവറും ഇഞ്ചി ഇഷ്ടമുള്ളവർ ഇഞ്ചിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കുറച്ച് പുതിന ഇലയും കൂടെ നന്നായിട്ടൊന്ന് ഈ കുക്കുംബർ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത് അരച്ചെടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ അതേ ഞാൻ അത്യാവശ്യം എല്ലാം നന്നായിട്ട് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ഞാൻ ഒരു ചെറു നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പുളിപ്പും കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക, എല്ലാ ഭാഗത്തേക്കും പ്രോപ്പറായിട്ട് എത്തത്തക്ക രീതിക്ക്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കുക്കുംബർ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് ഗ്ലാസ്സിലേക്ക് പകർന്നു കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഗ്ലാസ് ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പഞ്ചസാര തൊടാത്ത രീതിക്ക് കുറച്ച് താഴെ ലെവലിലായിട്ട് കുക്കുംബർ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഒരു 2-3 സ്ലൈസ് ലെമൺ ഉണ്ടല്ലോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി മാത്രമാണ്, അല്ലെങ്കിൽ ഡയറക്റ്റു നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കുടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ കുക്കുംബർ ജ്യൂസ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ശരിക്കും ഒരു നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.